അത് കുഴപ്പമാണ്. തരുമോ? ബിന്ദു എവിടെയാ? നാളെ എവിടെയാ? അടൂര് പറക്കോട്. നിങ്ങളെന്തോ? രാജേഷ്. എന്ത് രീതിയിൽ? അത് ഫോൺ നമ്പർ എന്ന് പറഞ്ഞു. ഫോൺ നമ്പർ അറിയാം? പുള്ളിക്കാരൻ്റെ ഫോൺ നമ്പർ അറിയാമോ? 80 86 39 36 50 അല്ലേ? ശരിയായില്ലേ? 86 85 ഓക്കെ. എന്തുവായിരുന്നു മോളെ പ്രശ്നം? എന്തുവായിരുന്നു നമുക്ക്? അന്നേരം അടൂര് ഗവൺമെന്റിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ അത് ഓപ്പറേഷൻ ചെയ്തെടുത്തിട്ട് ബയോപ്സി കഴിച്ചു. അവിടുന്ന് റിപ്പോർട്ട് എന്തോ സംശയം പോലെ തോന്നി ഡോക്ടർ തിരുവനന്തപുരത്തേക്ക് ഓറൽ പതോളജിയിലേക്ക് എടുത്തു. അവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഒരു ആദ്യം കൊണ്ടിട്ട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോഴത്തേന് പറഞ്ഞു അത് ആദ്യം കണ്ടതിനേക്കാൾ ചുണ്ടിലോട്ട് സ്പ്രെഡായി, തടിപ്പായി. അപ്പോൾ അത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ നാക്കിൻ്റെ സൈഡിൻ്റെ പകുതി കൊണ്ട് അങ്ങ് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് സംശയം നാക്കെ കണ്ടമാനം വെയിൽ ഇങ്ങനെ വന്ന് കൂടിയിട്ടുണ്ട്, ബ്ലഡ് ഓടുന്നുണ്ട്, അതുകൊണ്ടൊരു കാര്യം ചെയ്യും നാക്കൊന്ന് സ്കാൻ ചെയ്തിട്ട് വരാമെന്ന് ചോദിച്ചു. ഞങ്ങൾ നാക്ക് സ്കാൻ ചെയ്ത് വന്നപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അവർക്കത് ഓപ്പറേഷൻ ചെയ്താൽ ബ്ലീഡിങ് കണ്ടമാനം വരും, അവർക്കും അബദ്ധമാവും നമുക്കും അബദ്ധമാവും എന്ന് പറഞ്ഞു. അങ്ങോട്ടൊരു കാര്യം നമുക്ക് 4 ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. 4 ഇഞ്ചക്ഷൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിരുന്നു കീമോ ആണെന്ന് മനസ്സിലായിരുന്നു. ഇല്ല, മനസ്സിലായി. 4 ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. 4 ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നോ? ഇല്ല. അപ്പോൾ പിന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വേദനയുള്ള ഇഞ്ചക്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇഞ്ചക്ഷൻ്റെ അല്ല നാക്കയിൽ തടിപ്പ്, ആ തടിപ്പ് അന്ന് നല്ല തടിപ്പ്, അന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നു? ഇല്ല, ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് നല്ല ബുദ്ധിമുട്ട്, വേദനയായിരുന്നു. സംസാരിക്കാനൊന്നും ഇവിടെ വരുമ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുപോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിവിടുന്ന് എത്ര ദിവസം മരുന്ന് കഴിച്ചു? ഇതെന്തോ വെറും ഒരു അൾസർ വന്ന് പൊട്ടിയതാണെന്ന് അറിഞ്ഞാൽ ഇപ്പം മനസ്സിലായോ? ഇത് ക്യാൻസർ ഒന്നും അല്ലാണെന്ന് മനസ്സിലായോ? RCC പോയത് എന്നെങ്കിൽ തൻ്റെ ഗതി എന്തുമായിരുന്നു ആലോചിച്ചിട്ടുണ്ടോ? ഇതുമല്ലോ ഇപ്പോൾ ഒരു ശാലം മുഴുവൻ വായന്ന് കാണിച്ചേ. അതെ, അപ്പുറത്തും എടുത്തു ഉണ്ടോ? അത് ഇത്രയും കൂടാൻ ഇത്രയും വലിയ നിസാരമായ ഈ സാധനം ഇവിടെ വന്നില്ല. താൻ ഇവിടെ വരുമ്പോൾ എന്താ പറഞ്ഞത്? താൻ പേടിച്ച് വരണ്ട് മക്കളും നിലവിളിയും പടവിളിയും ഇല്ലേ? എന്താ നിങ്ങൾ അന്നേരം എന്താ ധരിച്ചത്? അല്ല നിങ്ങൾ ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക്. അല്ല അതാ അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്തുവാന്ന് നിങ്ങളുടെ മനസ്സിൽ എന്താ കൊണ്ട്? ക്യാൻസർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പിന്നെ കൂടുതൽ അപ്പോൾ ഇത് ക്യാൻസർ ആണോ? അപ്പോൾ ഇത് നിങ്ങൾ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? ഇങ്ങനെയുള്ള തട്ടിപ്പിനകത്ത് തന്നെ വീഴാതെ ഇപ്പോഴത്തെ നമ്മുടെ ഓരോ ഡോക്ടർമാർ പറയുന്നുണ്ടല്ലോ, ആയുർവേദത്തിൽ പോയി എന്തെങ്കിലും ശരിയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവൻ്റെ ദാസപ്പണി ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് ഗംഗാരൻ ഡോക്ടർ വന്നിരിക്കുന്നത്. ഒരു നമ്മുടെ കാരിത്താസിൽ ലക്ഷോറിലെ ഗംഗാരൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇത് തട്ടിപ്പാണ്, ഏതെങ്കിലും ഒരെണ്ണത്തിനെ കാണിച്ചു തരാമെങ്കിൽ അവൻ്റെ ദാസപ്പണി ചെയ്തോളാന്നാണ്. എത്ര എണ്ണം അവരോട് എല്ലാവരും പറയാം. ക്ലിപ്പ് ഒരു 100 കണക്കിന് ക്ലിപ്പുണ്ട്, അത് പറയാം, നോക്കാൻ പറയാം. ഇതിൻ്റെ ഓരോ ക്ലിപ്പ് ഞാൻ അങ്ങേക്കും ആകുമെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് ഇട്ട് കൊടുക്കാൻ പറയാം. ആർക്ക് ഇവർ ഈയിടയ്ക്ക് ഏഷ്യാനെറ്റിനകത്ത് അത് ഏതോ സൂര്യ TV പുള്ളിക്കാരൻ വന്നിട്ട് കളിച്ചില്ലേ, അത് കമ്പനിക്കാരൻ്റെ പരസ്യമാണെന്നുള്ളത് ആർക്കും അറിയില്ല. സൂര്യക്കകത്ത് പുള്ളിക്കാരൻ വന്നിട്ട് ദൈവത്തിന് സമമാണെന്നൊക്കെ പറഞ്ഞില്ലേ, കീമോ ചെയ്തിട്ട് എത്ര എണ്ണം ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ. 100ൽ 2.7 എന്ന് പറഞ്ഞാൽ 1000 പേരെ എടുത്ത 77 പേരെ ജീവിച്ചിരിപ്പുള്ളൂ. അത് ആ സ്ഥലത്ത് 5 കൊല്ലത്തിന് ശേഷം. ബാക്കി എല്ലാം തട്ടിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ സർവേ നടത്താൻ ആരുമില്ല. 3 4 പേരെ വിളിച്ച് ഇന്നസെൻറ്റിനെയും കൂടെ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് കളിക്കുന്ന കളി ഈ അവർ തിരിച്ച്